ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കോടതിയിലാണെങ്കിൽ ഹർഷന്റെ വാദം നടക്കുന്നു. അതിനുശേഷമാണെങ്കിൽ എതിർഭാഗം വക്കീൽ വാദിക്കുകയാണ്. എതിർഭാഗം വക്കീലാണെങ്കിൽ ശ്യാമപ്രസാദ് സാറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് രാത്രിയിൽ പോയത്? പകല് ധ്രുവനോട് സംസാരിക്കാനുണ്ടെങ്കിൽ പോയാൽ പോരായിരുന്നോ? രാത്രിയിൽ പോയത് അവനെ കൊല്ലാൻ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ ധ്രുവനെ കൊന്നില്ല എന്ന് പറയുന്നു, അതിന് എന്തെങ്കിലും ഒരു സാക്ഷിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹർഷൻ വക്കീൽ എഴുന്നേറ്റിട്ട് പറയുന്നു, എനിക്ക് സാക്ഷിയുണ്ടെന്ന്. ഹർഷൻ വക്കീലാണെങ്കിൽ ആദർശനെ വിളിക്കുന്നു. ആദർശാണെങ്കിൽ അവിടേക്ക് വരുന്നു. ഹർഷൻ പ്രതിക്കൂട്ടിൽ നിന്നിട്ടാണെങ്കിൽ സത്യം മാത്രം ബോധിപ്പിക്കത്തുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. എതിർഭാഗം വക്കീലാണെങ്കിൽ നിങ്ങൾ കണ്ടതൊക്കെ സത്യമായിട്ട് തുറന്നു പറയാനെന്ന് പറയുന്നു. ആദർശാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. വക്കീൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് സംസാരിച്ചില്ല? ആ മഴയത്ത് മലമുകളിൽ എന്തിനു പോയെന്നൊക്കെ ചോദിക്കുന്നു. ഹർഷൻ വക്കീൽ അപ്പോൾ പറയാണ്, ധ്രുവനെ പോലെയുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ വീട്ടിൽ വെച്ച് സംസാരിപ്പിക്കും? അത് മാത്രമല്ല, ആരതിയെ ശല്യം ചെയ്യുന്ന ഒരു പയ്യൻ കൂടിയായിരുന്നു എന്നൊക്കെ പറയുന്നു. എതിർഭാഗം വക്കീൽ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് രാത്രി പ്രൊഫസറും ആദർശും ആ മലമുകളിൽ ധ്രുവനെ കാണാൻ പോയത്? അത് മാത്രമല്ല, ധ്രുവൻ ഇവരോട് എന്തിനാണ് കാശ് ചോദിച്ചത്? എന്തിനാണ് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? അതിനൊക്കെ ആൻസർ കിട്ടാനുണ്ടെന്ന് പറയുന്നു. വക്കീലാണെങ്കിൽ വീണ്ടും വാദിക്കുകയാണ്, ഒന്നുകിൽ ഈ കൊലപാതകം നടത്തിയത് ആദർശാണ്, ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി പ്രൊഫസർ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചെയ്തതായിരിക്കും. എന്തായാലും രണ്ടുപേരും പ്രതിയാണ്, നിരപരാധിയായ ധ്രുവനെ കൊന്നതാണെന്നൊക്കെ പറയുന്നു. ജഡ്ജാണെങ്കിലും ശ്യാമപ്രസാദ് സാറിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ കോടതിക്ക് മുൻപാകെ ധൈര്യമായിട്ട് തുറന്നു പറയാനെന്ന് പറയുന്നു. കോടതിയിൽ നടക്കുന്ന വാദങ്ങളെല്ലാം ശേഖരനും കാണുന്നുണ്ടായിരുന്നു. പ്രൊഫസറും ആദർശും ഒരു കാര്യവും തുറന്നു പറയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഗൗരിയാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. ഈ കേസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഗൗരിക്ക് സംസാരിക്കാൻ കോടതി അനുവാദം നൽകുന്നു. ഗൗരി കോടതിയിൽ പറയുന്നുണ്ട്, എന്റെ അച്ഛനെ ആണെങ്കിൽ ധ്രുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ തട്ടിക്കൊണ്ടു പോയിരുന്നു എന്ന് പറയുന്നു. ഗൗരിയെ തട്ടിക്കൊണ്ടു പോയി എന്ന വാർത്ത കേൾക്കുമ്പോൾ ശങ്കറിനും വേണിക്കുമൊക്കെ ഷോക്കാകുന്നു. ശേഖരനും അത് കേൾക്കുന്നുണ്ടായിരുന്നു. വക്കീൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ധ്രുവൻ നിങ്ങളെ തട്ടിക്കൊണ്ടു പോയ കാര്യം നിങ്ങളുടെ ഭർത്താവോ വീട്ടുകാരോ അറിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നൊക്കെ. വക്കീൽ അപ്പോൾ ഗൗരിയോട് ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലും അരുതാത്തതായി സംഭവിച്ചിട്ടുണ്ടോ? ഇവരാരും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ വിവാഹത്തിന് മുമ്പാണ് ഈ തട്ടിക്കൊണ്ടു പോകൽ നടന്നതെന്ന്. വക്കീൽ അപ്പോൾ ചോദിക്കുകയാണ്, ഈ കാര്യം നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ മാക്സിമം വിവാഹം മുടങ്ങും, അത് മാത്രമല്ലേ സംഭവിക്കൂ, പിന്നെ എന്തിനാണ് നിങ്ങൾ മറച്ചു വെച്ചതെന്ന് ചോദിക്കുന്നു. വക്കീൽ പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടു പോയപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് ഒന്നും പറയാൻ പറ്റാഞ്ഞത്, എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറയാനെന്ന് ഗൗരിയോട് പറയുന്നു. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്, ഞാൻ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. വക്കീൽ അപ്പോൾ ചോദിക്കുകയാണ്, ഒരു രാത്രി മുഴുവൻ നിങ്ങൾ രണ്ടുപേരും ഒപ്പമായിരുന്നല്ലേ എന്ന്. അപ്പോൾ ഹർഷൻ വക്കീൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ധ്രുവന്റെ സങ്കേതത്തിലായിരുന്നു എന്നാണെന്ന്. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പല്ലേ ധ്രുവന്റെ കൂടെ ഒരു ദിവസം രാത്രി മുഴുവൻ ആ സങ്കേതത്തിൽ ഉണ്ടായിരുന്നതെന്ന് വക്കീൽ വീണ്ടും ചോദിക്കുകയാണ്. ഗൗരി ആണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ശങ്കറിനും എല്ലാവർക്കും വിഷമമാകുന്നു. ശേഖർ ആണെങ്കിൽ ഉടനെ തന്നെ മഹാദേവനെ ഫോൺ വിളിച്ചിട്ട് ഗൗരി ആണെങ്കിൽ ശങ്കറിനെ ചതിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു. മഹാദേവൻ എല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടെ ഫോൺ വെക്കുകയാണ്. അതേസമയം കോടതിയിൽ നിന്നും ശങ്കർ എഴുന്നേറ്റ് പോകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്